അമ്മമാർക്ക് ഇപ്പം എന്ത് കിട്ടിയാലും മക്കൾക്ക് പാതി വെക്കുമല്ലോ. അതുപോലെ എൻ്റെ അമ്മ എനിക്ക് വെച്ചിരുന്ന കേട്ടോ ഈ ചീമച്ചക്കയുടെ പാതി. ചീമച്ചക്ക സീസൺ ആണെങ്കിലും ഞങ്ങൾക്ക് ചീമച്ചക്കയൊന്നും കിട്ടാനില്ലായിരുന്നു. അപ്പം ഇത് ചേച്ചി എന്തോ വാങ്ങിച്ചിട്ട് അത് അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മ എനിക്ക് പാതി വെച്ചിരുന്ന കേട്ടോ. അതാണ് നമ്മളിന്ന് റെസിപ്പി ആക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു സിമ്പിളായിട്ടുള്ള തീയൽ പോലെ വെക്കാൻ പോകും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ മണം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്കിതിൻ്റെ ടേസ്റ്റിനേക്കാളും ഇഷ്ടം ഇതിൻ്റെ മണം തന്നെയാണ്. അപ്പം ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് ഇപ്പം തീയൽ വെക്കാൻ പോകുന്നത്. തോരനായിട്ടും പല 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 റെസിപ്പി ആയിട്ട് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ തേങ്ങയൊക്കെ വറുത്തു. അതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചീമച്ചക്കയാണെങ്കിൽ കുറച്ച് ചുമന്നുള്ളി ഉള്ളതുകൊണ്ട് ചുമന്നുള്ളി കേട്ടോ അതുകൂടി ഇട്ടിട്ട് എണ്ണയ്ക്കകത്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിനകത്ത് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ അരപ്പല്ലാണ്ട് അരച്ചിട്ട് അതിനകത്ത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കാര്യം, ഇത് മസാല ഇട്ട് വെക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ ബീഫൊക്കെ വെക്കാറില്ലേ, ബീഫൊക്കെ വെക്കുന്ന പോലെ തന്നെ വെക്കാറുണ്ട്. പിന്നെ ബീഫിന് പകരം ഇത് കഴിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല കേട്ടോ. മീന് പകരം മുട്ട കഴിക്കുന്നവരെ പോലെ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചാലോ. അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ നല്ല ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, ചീമച്ചക്ക കറി ഉണ്ടായിരുന്നു. വേറെ എന്ത് വേണമല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനൊന്ന് സിമ്പിളായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചീമച്ചക്ക വെച്ചിട്ടുള്ള വേറെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. ടാറ്റ.